അവിടുത്തെ ജനങ്ങളുടെ വിജയമാണ്. അതിൽ മലയാളികൾ വലിയ പങ്ക് വഹിച്ചിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ വളരെ ഡിഫ്ലക്റ്റഡ് ആയിട്ട് ചില രാഷ്ട്രീയ വോട്ട് സമവാക്യങ്ങൾ വളരെ മോശപ്പെട്ട രീതിയിൽ വഴിതിരിച്ചു വിട്ടതിൻ്റെ ഭാഗമായിട്ടാണ് ഒരുപക്ഷെ 27 വർഷമായി ഒരു ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന സർക്കാർ ഡൽഹിയിൽ വന്നത്. 27 വർഷത്തിന് ശേഷമാണ്, 27-28 വർഷത്തിന് ഒരു സർക്കാരിനെ അവിടുത്തെ ജനങ്ങൾ വലിയ ഇച്ഛയോടുകൂടി തിരിച്ചു കൊണ്ടുവരുവാനും ഇന്നത്തെ നിലവിൽ ഒരു ഡബിൾ എഞ്ചിൻ സർക്കാരിൻ്റെ നന്മകൾ എന്ന് പറയുന്നത് ഇനി റീബിൽഡിംഗ് ഓഫ് ഡൽഹി എന്ന് പറയുന്നതിൽ വലിയ പ്രതീക്ഷ വെച്ചുകൊണ്ടാണ് ആ പ്രതീക്ഷയിൽ ഊന്നിക്കൊണ്ടാണ് ഒരുപക്ഷെ വലിയ ഒരു വിജയം ഭാരതീയ ജനതാ പാർട്ടിക്ക്. വളരെ പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായി എന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പോലും ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്ന 7 ലോക്സഭാ മണ്ഡലങ്ങളിലും സീറ്റുകൾ നമുക്ക് പിടിച്ചെടുക്കാൻ സാധിച്ചെങ്കിലും മഹാരാഷ്ട്ര പോലെയുള്ള UP പോലെയുള്ള രാജസ്ഥാൻ പോലെയുള്ള ചില പ്രദേശങ്ങളിലെ ജാർഖണ്ഡ് ഇതൊക്കെ ഇന്ത്യയിൽ പരക്കെ ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായ സാഹചര്യമല്ല. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച തന്നെ 2-3 ലോക്സഭയിലെ പ്രതിപക്ഷ MP-മാർ പറഞ്ഞ വാചകങ്ങളെല്ലാം നിങ്ങൾ ഓർക്കണം. അതിനെയെല്ലാം ഖണ്ഡിച്ചുകൊണ്ട് അതിനെല്ലാം ആ വാദത്തെ തന്നെ ഇല്ലായ്മ ചെയ്തുകൊണ്ടാണ് തലസ്ഥാന നഗരിയിൽ ഒരു ചരിത്രപരമായ മുന്നേറ്റം നടത്തുന്ന തരത്തിലേക്ക് അവിടുത്തെ ജനത ഒരു തീരുമാനം എടുത്തിരിക്കുന്നു. അത് വലിയ സന്തോഷം. ഇതിൽ നിന്ന് പാഠം പഠിക്കാനുണ്ടോ? അല്ല, നമുക്കാരെയും പാഠമൊന്നും പഠിപ്പിക്കണ്ട. ജനങ്ങൾ ശരിക്കും ഇതൊരു പാഠമായി സ്വീകരിച്ചുകൊണ്ട് ജനം ഒരു പാഠം പഠിച്ചാൽ ജനത്തിന് അതിനുള്ള സൂചന ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടാവും. പുതിയ നവോത്ഥാന വോട്ടിംഗ് ചിന്തകൾ ഉണ്ടാവുന്നതിലേക്ക് വഴിതെളിക്കും. കേരളത്തിലും സർക്കാർ ഉണ്ടാക്കാൻ കഴിയും. ഞാനെന്തോ പറഞ്ഞു തന്നാലും ഇനി എപ്പോഴും ഇങ്ങനെയാണല്ലോ. ഉടനെ ഒരു കുത്തിക്കീറി അതൊന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യണം. അതിന് ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞത് കേരളത്തിലെ രാഷ്ട്രീയം പാഠമൊന്നും പഠിക്കണം. അവർ പഠിച്ചത് പാടിയിട്ടുണ്ട്, അതങ്ങനെ തന്നെ പോകണം. പക്ഷെ ജനങ്ങൾ അവരുടെ പഠനം പുതുതായി നടത്തും. അതിന് ഈ തെരഞ്ഞെടുപ്പ്, ഈ വിജയം തീർച്ചയായിട്ടും വലിയ പങ്ക് വഹിക്കും.